ബി.ജെ.പിയുടെ പ്രഖ്യാപനങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ നടപ്പാകുമോ? അതോ മറ്റ് മുന്നണികൾ പറയുന്നത് പോലെ പ്രഖ്യാപനങ്ങൾ ഉണ്ട്, പക്ഷെ പിന്നീട് ഇതൊന്നും നടക്കാറില്ല, ആ അവസ്ഥയായിരിക്കുമോ ബി.ജെ.പിയുടെ പ്രഖ്യാപനങ്ങൾക്ക്? അല്ല. കാരണം ബി.ജെ.പിയുടെ പ്രഖ്യാപനങ്ങളുടെ പിന്നിൽ ഒരു പെർഫോമൻസ് നടത്തിയ ഒരു ഹിസ്റ്ററിയുണ്ട്. കാരണം ബി.ജെ.പി കഴിഞ്ഞ 11 വർഷമായിട്ട് ഇന്ത്യയിൽ നടപ്പാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. 2014 10ാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഇപ്പോൾ 4ാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ ബി.ജെ.പിയുടെ ഭരണത്തിന് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പെർഫോമൻസാണ് ബി.ജെ.പിയുടെ ഒരു മുഖമുദ്ര. അതുപോലെ അമേരിക്ക ഈ വലിയ താരിഫും പരിപാടികളൊക്കെ നമുക്കെതിരെ കൊണ്ടുവന്നെങ്കിലും സമ്പദ് വ്യവസ്ഥ ഇപ്പോഴും ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴത്തെ ലാസ്റ്റ് റിപ്പോർട്ട് പോലും വളരെ വലിയ ഒരു മുന്നേറ്റമാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ, നമ്മുടെ വളർച്ചാ നിരക്കിൽ കാണിക്കുന്നത്. അതുപോലെ ബി.ജെ.പി ആർട്ടിക്കിൾ 370 മാറ്റുമെന്ന് പറഞ്ഞു, അത് മാറ്റി. എത്ര എതിർപ്പുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല, അത് പ്രഖ്യാപനം നടത്തി മാറ്റി. അതുപോലെ അയോധ്യയിൽ രാമക്ഷേത്രം പണിയുമെന്ന് പറഞ്ഞു, അത് പണിതു. അങ്ങനെ അതുപോലെ നമ്മുടെ വേഗത്തിലോടുന്ന വന്ദേ ഭാരത് വരുമെന്ന് പറഞ്ഞു. ഇപ്പം 100-ലധികം വന്ദേ ഭാരത് ഇന്ത്യയിൽ ഓടുന്നു, കേരളത്തിൽ 3 ഓടുന്നു. അപ്പോൾ പറഞ്ഞു, നടപ്പാക്കി. അങ്ങനെ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്ന ഒരു പാർട്ടിയാണ് ബി.ജെ.പി എന്നുള്ളത് നമ്മുടെ ട്രാക്ക് റെക്കോർഡിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യമാണ്. ഇപ്പോൾ ബി.ജെ.പി കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് തെരുവ് നായ്ക്കളുടെ പ്രശ്നങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ പരിഹരിക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ രൂപരേഖ മനസ്സിലുള്ളതുകൊണ്ടും വ്യക്തമായ പ്ലാൻ ഉള്ളതുകൊണ്ടുമാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഒരു വർഷത്തിനുള്ളിൽ നടപ്പാക്കും. തൃശ്ശൂർ അതുപോലെ സ്ത്രീകൾക്കും അതുപോലെ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി പിങ്ക് ബസ് ഏർപ്പെടുത്തുമെന്ന് തൃശ്ശൂർ പറഞ്ഞിട്ടുണ്ട്. അത് നടപ്പാക്കാൻ വലിയ വിഷമമുള്ള കാര്യമൊന്നുമല്ല. അതുപോലെ കേരളത്തിൽ ബി.ജെ.പി ജയിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒരു റിപ്പോർട്ട് കാർഡ് ഉണ്ടാകും. ബഡ്ജറ്റ് നടപ്പാക്കുന്നത്, അതിൻ്റെ പദ്ധതികൾ എങ്ങനെ സുതാര്യമായിട്ട് ആപ്പിൽ കൂടി തന്നെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് സുതാര്യമായിട്ട് കാണത്തക്ക വിധത്തിലുണ്ടാകും. അതുപോലെ വീട്ടുപടിക്കൽ എല്ലാ സേവനങ്ങളും ലഭ്യമാകുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ചുള്ള സേവന ഡെലിവറി മെത്തേഡ് ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം നടപ്പാക്കുന്നതിന് ഇന്നത്തെ ഒരു ടെക്നോളജി അനുസരിച്ച് ബി.ജെ.പിയുടെ ലീഡർഷിപ്പിൻ്റെ സംഘാടന മികവും പ്ലാനിങ് മികവും ഒക്കെ വെച്ചിട്ട് ഒരു വിഷമമുള്ള കാര്യമല്ല. അപ്പോൾ വളരെ വളരെ ബുദ്ധിമുട്ട് എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു പ്രഖ്യാപനം തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് 2036 അതിൻ്റെ വേദിയാക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ്. പലരും ഒളിമ്പിക്സ് ഒക്കെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ ട്രാക്ക് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ 2014 ഇന്ത്യയാണോ ഇന്ന് ഇന്ത്യ? അതുപോലെ 2036 ആകുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇന്ത്യ ആയിരിക്കത്തില്ല. അപ്പോൾ ഈ ട്രാക്ക് റെക്കോർഡ് വെച്ചിട്ടുള്ള ആ ഒരു ഊർജ്ജത്തിൽ നിന്നും അതിൻ്റെ ഒരു ശക്തിയിൽ നിന്നുമാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. അങ്ങനെ പ്രഖ്യാപനം നടത്തിയാൽ തീർച്ചയായിട്ടും 2036 തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് വരും. ഒളിമ്പിക്സ് വരുമ്പോൾ ഉള്ള വികസനം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്നൊരു വികസനമല്ല. ഒന്ന്, വരുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യം, കളിക്കാനുള്ള സൗകര്യങ്ങൾ, അവരുടെ സുരക്ഷിതത്വത്തിനുള്ള പരിപാടികൾ, യാത്രയ്ക്കുള്ള കാര്യങ്ങൾ, പിന്നെ ഇങ്ങനെയുള്ള ഒരു ഒളിമ്പിക്സ് പോലെയുള്ള ഒരു കാര്യം പ്ലാൻ ചെയ്യാനും സംഘാടനം നടത്താനുമൊക്കെയുള്ള കാര്യങ്ങൾ, അതെല്ലാം തിരുവനന്തപുരത്ത് ബി.ജെ.പി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടക്കുന്ന കാര്യമാണ്. നമ്മുടെ LDFൻ്റെ കാര്യമാണെങ്കിൽ നമുക്കറിയാം, അവരൊരു മെസ്സി എന്ന് പറയുന്ന ഒരു കളിക്കാരനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നടന്നിട്ട് ഈ എറണാകുളത്ത് ഒരു സ്റ്റേഡിയം പോലും അവർക്ക് മര്യാദയ്ക്ക് റെഡിയാക്കാൻ പറ്റിയില്ല. മെസ്സിയെ കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ ഒരു കളിക്കാരനെ പോലും കൊണ്ടുവരാൻ പറ്റാത്ത LDF ആണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലും കൂടുതലും അവർ തന്നെയാണ് ഭരിക്കുന്നത്. കാരണം അവരുടെ ഒരു സംഘാടന മികവും പ്ലാനിങ് മികവും ഒക്കെ ഒരു കളിക്കാരനെ പോലും ഇവിടെ കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റാത്തതാണ് എന്ന് അവർ തന്നെ ഇപ്പോൾ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ബി.ജെ.പി അങ്ങനെയല്ല. തീർച്ചയായിട്ടും അവർ പറഞ്ഞാൽ ചെയ്തിരിക്കും. അതിനുള്ള ഒരു പ്രാപ്തി അവർക്കുണ്ട്. അവരുടെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെയാണ്. എന്ന് മാത്രമല്ല, ബി.ജെ.പി സ്വപ്നം കാണുന്നതിൽ ഒരു പ്രാഗൽഭ്യമുണ്ടായിരുന്ന
ആ കണ്ട സ്വപ്നങ്ങൾ നടപ്പാക്കിയ APJ അബ്ദുൽ കലാമിനെ ഇന്ത്യയുടെ പ്രസിഡൻ്റാക്കിയൊരു പാർട്ടിയാണ് BJP. അപ്പോൾ തീർച്ചയായിട്ടും APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള ആളുകളെ പ്രസിഡൻ്റാക്കിയ BJP എന്താണോ പ്രഖ്യാപിക്കുന്നത്, എന്താണോ പറയുന്നത്, ആ കാര്യം തീർച്ചയായിട്ടും സമയത്ത് തന്നെ നടപ്പാക്കിയിരിക്കും.